കോടിക്കണക്കിന് മക്കൾ വസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുപാട് മക്കൾ ഉടമ്പടി എടുത്തിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായി അപ്പാവ് എന്നെ ഉയർത്തിയതിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നീ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് രാഹുൽ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 27/4/2022 അതിനു മുമ്പ് ആദ്യമായി യേശുവിനെ എൻ്റെ ഭവനത്തിലേക്കും എന്നിലേക്കും സ്വീകരിച്ചത് ആദ്യമായി എങ്ങനെയാണെന്ന് പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷത്തിനെങ്കിലും മുമ്പ്, ഒരിക്കൽ എൻ്റെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി ചേച്ചിയുടെ കൂട്ടുകാരിക്ക് ഒരു കൊന്ത കിട്ടുകയും അത് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതൊരു പള്ളി കണ്ടപ്പോൾ എടുത്ത് മാറ്റാനായിട്ട് നോക്കുകയും അതെൻ്റെ ചേച്ചി വാങ്ങിക്കുകയും അത് വീട്ടിലേക്ക് കൊണ്ടുവരികയും അന്ന് ആദ്യമായിട്ടാണ് യേശു ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയും ഞങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നൊരു വ്യക്തി മാത്രം ഓക്കെ, കാരണം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാനൊരു അക്രൈസ്തവനാണ്. അപ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലൊന്ന് മുട്ടിയിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് യേശുവിനെ ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ഓരോ മക്കളുടെ ഹൃദയത്തിലേക്കും ഏറ്റെടുത്തത്. പിന്നീട് യേശുവിനെ ഞാൻ കൂടുതലായിട്ട് യേശു ആരാണെന്ന്, എന്താണെന്നും, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും, എന്താണെന്നും ഒക്കെ അറിയാൻ തുടങ്ങിയത് ഉടമ്പടി എന്ന മഹാപുണ്യം ഞങ്ങളിലേക്ക് എത്തിയപ്പോഴാണ്. അത് എത്താൻ കാരണം അത് ഞാനൊന്ന് പറയാം എങ്ങനെയാണെന്ന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാടകക്കാർ വരികയും അവരവിടെ അവർ വാടകയ്ക്ക് താമസിക്കുകയും അവർ ഏതാണ്ട് 2 വർഷത്തോളം അവിടെ താമസിക്കാനായിട്ട് വന്ന്. അപ്പോൾ 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ താമസമൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് അവരുടെ അനിയത്തി താമസത്തിന് വരികയും. അപ്പോൾ അവരെ വായിന്നാണ് ഒരു ദിവസം എന്തോ കഴിച്ചോന്ന് ഇങ്ങനെ ചോദിച്ചത്. കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കിന്ന് ഉപവാസമോ കൃപാസനത്തിലെന്ന് പറഞ്ഞ് ഞാനത് അവിടെ കേട്ട് കൃപാസം അന്ന് കളഞ്ഞു പോയി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് അത് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഞാൻ പിറ്റേന്ന് ചോദിച്ചു, ചേച്ചി എന്താ ഇന്നലെ ചേച്ചി പറഞ്ഞ് ആഹാരം കഴിച്ചില്ല, ഉപവാസമോ കൃപാസനം? അന്നേരം പറഞ്ഞു, രാഹുൽ ഇതൊരിക്കലും കേട്ടിട്ടില്ലേ കൃപാസനോ എന്നൊക്കെ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അന്നേരം എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നു. ഇനി എൻ്റെ സാക്ഷ്യത്തിന്റെ ഞാൻ 7 ഉടമ്പടിയായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെന്റ് ജോലി. ഞാൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7 ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ ആ കാര്യം സാധിച്ചില്ല. പക്ഷെ എനിക്കതിന് ഒട്ടും വിഷമോന്നൊരു സാധനമില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇപ്പം എൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റു പലർക്കും കിട്ടുന്നത് കേൾക്കുമ്പോൾ അവർ പിന്നെ വീണ്ടും എന്നോട് പറയാം, ഒന്ന് പ്രാർത്ഥിക്കുക രാഹുൽ, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാത്തതിലല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നല്ലോ എന്നുള്ള കേൾക്കുമ്പോൾ ആ ഒരു സംതൃപ്തിയാണ് ഏറ്റവും വലിയ സംതൃപ്തിയായിട്ട്. രോഗസൗഖ്യങ്ങളെയാണ് പറയാൻ പോകുന്നത്. എനിക്ക് ഓർമ്മ പോലും ഇല്ല, കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ട് എനിക്കൊരു അലർജി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നിസാല അല്ല. അലർജി എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിനകത്തുള്ള കറി വെക്കുന്നതിന്റെ സ്മെല്ലോ കടുക് വറുക്കുന്നതിന്റെയോ അല്ലെങ്കിൽ തൂക്കുന്നതിന്റെ ഫാൻ ഇടുമ്പോൾ ഒരു പൊടിയോ അങ്ങനത്തെ ഒന്നും എനിക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. മൂക്കിനകത്ത് പുഴു ഞൊളയുന്നത് പോലെയുള്ള അവസ്ഥയും അത് മുഖേന മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പനിയും മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ പോവുകയായിരുന്നു. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. പക്ഷെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 1ാമത്തെ ഉടമ്പടി പുതുക്കി പിന്നീട് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പം അതില്ലല്ലോ, കാരണം എൻ്റെ വീട്ടിലെ ഡസൻ കണക്കിന് അമർദാനിയുടെ ടിന്ന ഒരു മാസത്തിൽ, കാരണം ഇത് വരുന്ന സമയത്ത് എനിക്ക് ഒരു ഭ്രാന്തനെ പോലെ ഞാൻ മൂക്കിനകത്തൊക്കെ അമൃതാഞ്ചിനും ഇതൊക്കെ വാരിയിടും, കാരണം എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് അത് 1ാമത്തെ ഉടമ്പടിയൊക്കെ പുതുക്കിയതിന് ശേഷം എങ്ങനെ മാറി, എപ്പം മാറി എന്നൊന്നും എനിക്ക് അറിയത്തില്ല. 2ാമതായിട്ട് വരുന്നത് എൻ്റെ രോഗസൗഖ്യമാണ് ആദ്യം പറഞ്ഞത്. 2ാമതായിട്ട് പറയുന്നത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നായിരുന്നു. അന്ന് ഞാനത് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കത് അറിയാതെ പോയി. വേദനയൊക്കെ വന്നെ അത് സാധാ എന്തോ ആണെന്ന് ചോദിച്ചു. വേദന അത്ര വന്നിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. പിന്നീട് സഹിക്കാൻ പറ്റാത്തപ്പോഴാണ് കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് അത് അപ്പൻഡിക്സ് ആണ്, അവിടെ ഹോള് വീഴും, അതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് 18 ദിവസം ട്രിപ്പ് മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ കിടന്ന് അത് മാറുകയും പിന്നീട് ഇത് വരുവാണെന്നെങ്കിൽ ഇതിന് മുമ്പ് വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2ാമത് വന്ന സമയത്ത് എൻ്റെ എക്സാം സമയത്താണ് അത് വന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങൾ അതും ഇതേ കണക്ക് മരുന്നുകൾ കൊണ്ട് മാറുകയും ചെയ്ത് പിന്നീട് ഇപ്പം ഒരു 2 മാസം മുമ്പ് വീണ്ടും എനിക്ക് വേദന വന്ന്. പക്ഷെ ഞാനത് വീട്ടുകാരോട് പറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വളരെ
ട്യൂഷനൊക്കെ എടുത്താൽ പഠിപ്പിക്കുന്നത്. വീട്ടുകാരെ ഇത്ര നാളായിട്ട് വീട്ടുകാർക്ക് എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അവരെ കൊണ്ട് ഒന്നും ചെലവാപ്പിക്കാനോ അവർക്ക് ഞാൻ കാരണം ഒരു ദുഃഖം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ബൈബിള് വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കുനിഞ്ഞിരുന്നിട്ട് പിന്നെ എനിക്ക് നീരാൻ പറ്റുന്നില്ല, പകുതി വരെ നീന്നിരുന്നിട്ട് അത് ഞാൻ ആലോചിക്കുമ്പോൾ വീട്ടുകാർ കാണല്ലേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഒരു തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാരണം എനിക്കിത് മാറ്റിത്തരണം, എനിക്ക് വേറെ വഴിയില്ല, ഞാൻ വീട്ടുകാരെടുത്ത് പറയത്തില്ല, കാരണം എനിക്ക് ഇനി അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ വിഷമം കാണും. ഞാൻ പറഞ്ഞ അവരെ തീർച്ചയായിട്ടും ചെയ്യും, പക്ഷെ എനിക്ക് ഇനി അവരെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് 2-3 ദിവസം ഞാൻ അത് നല്ലതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ എപ്പോൾ മാറിയെന്നോ എങ്ങനെ മാറിയെന്നോ എനിക്ക് അറിയത്തില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന എൻ്റെ മൂന്നാമത്തെ ഞങ്ങളുടെ വീട്ടിലെ കിണറിൻ്റെ അവസ്ഥ. ഏതാണ്ട് 30 വർഷത്തോളം ഞങ്ങളുടെ വീട് വെച്ചിട്ട് അന്ന് തന്നെ അത്രയും പഴക്കമുണ്ട് ഞങ്ങളുടെ കിണറിനും. പക്ഷേ പിന്നീട് എപ്പോഴോ ഒരു സമയത്ത് അത് വെള്ളം പറ്റുന്ന സമയത്ത് കൂടുതൽ കുഴിച്ച സമയത്ത് പിന്നീട് വരുന്ന വെള്ളം എന്ന് വെച്ചാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ കളർ വെള്ളം കലക്കിയതിനേക്കായി കഷ്ടമായിട്ടാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിക്കണമെങ്കിൽ തലേനെ നമ്മൾ പിഴിച്ചു വെച്ച് നമ്മൾ അരിച്ച് വൃത്തിയാകണം, എങ്കിലും മാത്രമേ പറ്റും. പക്ഷെ ആ വെള്ളം കൊണ്ട് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും പശയേക്കായി കഷ്ട അവസ്ഥയായി മാറും. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയൊക്കെ വെച്ച സമയത്ത് അന്നേരവും ഞാൻ അതൊന്നും വെച്ചിട്ടില്ല, കാരണം എനിക്ക് വേറെയും വലിയ വലിയ കാര്യങ്ങളാണല്ലോ എന്ന് വെച്ചാൽ അതൊക്കെയാണ് വെച്ചത്. പക്ഷേ ഞാൻ വെച്ച കാര്യങ്ങളെക്കായി കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നെ. ഈ 2 വർഷം കൊണ്ട് ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുവന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇടും, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് 2 വർഷം കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം ഇതൊക്കെ കൺമുന്നിൽ കാണുന്ന സത്യങ്ങളാണ്. കാരണം ഇത്രയും വർഷം ഞാൻ ജീവിച്ച് എൻ്റെ ആ വീട്ടിൽ ജീവിച്ച് കണ്ടതാണ്. അത്രയും മഞ്ഞയായിട്ട് കണ്ട ആ വെള്ളം ഈ 2 വർഷം കൊണ്ട് എങ്ങനെ ഇത് ഈ ഉപ്പൊക്കെ ഇട്ട സമയത്ത്. അതുകൊണ്ട് ഓരോ വേനൽ ഇപ്പോൾ വരുമ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴും അമ്മ പറഞ്ഞു നേരത്തെ എനിക്ക് രാഹുല ഉപ്പിഴണേ, വെള്ളത്തിന് വേറെ ഇതാണ്. ഇപ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചു. ഇതൊക്കെ കാണുമ്പോൾ അതാണ് നമ്മുടെ സത്യം എന്ന് മനസ്സിലാക്കുന്നത്, കൂടെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്.